ഇടനാട് മേഖലയിലുള്ള പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് 1977 രൂപീകൃതമായത്. 22.01 ചതുരശ്ര കിലോമീറ്ററാണ് ഈ പഞ്ചായത്തിന്റെ വിസ്തൃതി. 17,000 വരുന്ന ജനസംഖ്യയുണ്ട് ഇവിടെ. കൂനൻ മലയ്ക്കും കുളക്കാടൻ മലയ്ക്കും പാട്ടിമലയ്ക്കും ഇടയ്ക്കാണ് ഈ പ്രദേശം. ചെറിയ മലകളും കുന്നുകളും നിറഞ്ഞതാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. ഏറെയും കർഷക തൊഴിലാളി കുടുംബങ്ങളാണ്. നെൽകൃഷിയാണ് പ്രധാനമായും ഉള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയിലാണ് നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്. നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിഗണന കൊടുത്തിട്ടുള്ളത് നമ്മൾ വീടില്ലാത്ത ആളുകൾക്ക് വീടുകൾ നൽകുക എന്നതായിരുന്നു. നമ്മളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ 346ഓളം വീടില്ലാത്ത ആളുകൾക്ക് നമുക്ക് വീട് നൽകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ഓരോ വർഷവും നമുക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ഓരോ മേഖലയിൽപ്പെട്ട ആളുകളെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ സ്ത്രീകളായാലും കുട്ടികളായാലും വൃദ്ധരായാലും അതേപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും പാലിയേറ്റീവ് ആളുകളായാലും എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യം നമ്മുടെ ലഭ്യമായ ഫണ്ടിനനുസരിച്ച് നമുക്ക് 100% വിനിയോഗിച്ചിട്ട് നമുക്ക് പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഗതാഗത സൗകര്യം അത്യന്താപേക്ഷിതമാണ്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ നിരവധി റോഡുകളാണ് റീടാറിംഗ് ഉൾപ്പെടെ പണി പൂർത്തീകരിച്ചത്. കൂടാതെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളുമുണ്ട്. 22 കോടിയോളം വരുന്ന രൂപയാണ് ഭരണസമിതി ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത്. മംഗലാകുന്നത്ത് നിന്ന് കാട്ടുകുളത്തേക്കുള്ള ഈ റോഡ് ഏറ്റവും നല്ല രീതിയിൽ ഗതാഗത യോഗ്യമായി തീരുമെന്ന് ഈ നാട്ടുകാർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിൽ ഈ ഒറ്റപ്പാലത്തിൻ്റെ MLA അഡ്വക്കേറ്റ് പ്രേംകുമാറിൻ്റെ പ്രത്യേകമായ ഇടപെടലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും സാധ്യമല്ലെന്ന് കരുതിയ കാര്യങ്ങൾ ഇവിടെ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടോളം മംഗലാകുന്ന റോഡിൻ്റെ പഴയ കാലത്തിൽ ശോചനീയാവസ്ഥ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ അർജൻറ്റായിട്ട് എത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മളിനെ പലപ്പോഴും പുഞ്ചപ്പാറം വഴി കറങ്ങിയിട്ടാണ് പോയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ശോചനാവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഇത്രയും നല്ലൊരു ഹൈടെക് റോഡ് വന്നതിന് പ്രത്യേകം MLA ഫണ്ടിൽ നിന്നാണ് എത്തുന്നത്. അത്രയും MLA ആയാലും അതിൻ്റെ ഭരണാധികാരികൾക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഇത് നമ്മുടെ കടമ്പൂർ-കടമ്പിപ്പുറം റോഡാണ്. പണ്ട് ഭയങ്കര മോശമായിരുന്നു, നല്ല പൊട്ടിപ്പൊളിഞ്ഞിട്ട് കിടക്കായിരുന്നു. ഞാനൊക്കെ കുറേ വീണിട്ടുണ്ട് സ്കൂട്ടിയിലൊക്കെ പോകുന്ന ടൈമിൽ. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ട് നല്ല കാര്യമായി. വേഗം കടമ്പൂരിപ്പുറം ഒറ്റപ്പാലൊക്കെ എത്താൻ അടിപൊളിയാണ്. കടമ്പൂർ വേട്ടക്കര റോഡിൽ നിന്നും കാട്ടുകുളം സ്കൂളിൻ്റെ അവിടേക്ക് വളരെ എളുപ്പവഴിയാണ് ഇതുണ്ടായിരുന്നത്. അതൊരു വഴി ചെറിയ വഴിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ഞങ്ങളിവിടെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് വീതി കൂട്ടി 7 മീറ്റർ 8 മീറ്റർ വീതിയിലുണ്ടാക്കി. അതിനുശേഷം കുറച്ച് ഫണ്ടുകൾ കിട്ടിയിട്ട് അടുത്ത കാലത്താണ് MLA ഫണ്ട് 25 ലക്ഷം കൂടിയിട്ടാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. നിത്യജീവിതത്തിൽ ജലത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 64 കിണറുകളാണ് നിർമ്മിച്ചത്. കുടിവെള്ള പ്രശ്നം ഞങ്ങൾക്ക് നല്ല ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കിണർ കിട്ടിയത് ഞങ്ങൾക്ക് വളരെ കാര്യമായി. പഞ്ചായത്ത് കിണറിനാണ് വെള്ളം കൊടുന്നാറിന് അവിടെ നിന്നിട്ട് ഏറ്റു വരണം. അത് ബുദ്ധിമുട്ടായപ്പോൾ തൊഴിലുറപ്പുന്ന കിണർ പാസ്സായത് ഇപ്പോൾ വലിയ ഉപകാരമായിരുന്നു. ഈ കുടിവെള്ളം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂട്ടക്കല്ലിങ്ങൽ വീട് അവിടെ പോയിട്ടാണ് ഇവിടേക്ക് കുടിവെള്ളങ്ങളെ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ആ നരകം കണ്ടിട്ടാണ് ഞങ്ങളുടെ തൊടിയിലാണ് ഒരു സെൻറ്റ് സ്ഥലം കൊടുത്ത് അതിലാണ് ഇപ്പോൾ ടാങ്കി വെച്ച് അപ്പോൾ അവിടേക്കാണ് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം കയറ്റണം. അവിടെ നിന്നാണ് ഇപ്പോൾ എല്ലാവരും കുടിവെള്ളം കുടിക്കണമെന്നൊക്കെ. 12ാം വാർഡിൽ ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് നല്ല പ്രശ്നമായിരുന്നു. ഒരുപാട് ദൂരം നിന്നാണ് 12ാം വാർഡിൽ എല്ലാവരും വെള്ളം ഏറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഈ സ്ത്രീകൾ കിണർ ഒഴിക്കുന്നത് കാണുന്നത്. ഞങ്ങൾ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണർ വന്നു. തൊഴിലുറപ്പത്ത് ചേച്ചിമാരാണ് കുഴിച്ച് കിണർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ആണുങ്ങൾ ആരുടെയും കൈസഹായം ഇല്ലാതെയാണ് ഇവർ ഒറ്റയ്ക്കാണ് ഈ കിണർ കുഴിച്ച് തന്നത്. ഈ വാർഡിലെ ഈ നഞ്ഞത്തുകുളം വളരെ മോശമായ രീതിയിലാണ് കടന്നിരുന്നത്. കുട്ടികൾ നീന്തൽ പരിശീലനം നടത്തിയിരുന്നത് ഈ കുളത്തിൽ തന്നെയാണ്. ഈ ഭരണസമിതിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ കുളം ഇങ്ങനെയാക്കാനും നാട്ടുകാർക്ക് ഉപകാരപ്രദമാക്കിയതിനും വളരെയധികം നന്ദിയുണ്ട്. ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ മേഖലയിൽ മികച്ച രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ നിലവിൽ 105 ഹെക്ടറിന് മേലെ നെൽകൃഷിയാണുള്ളത്. അതിൽ പഞ്ചായത്തിൽ നിന്നും
കഴിഞ്ഞ 5 വർഷമായി നെൽകർഷകർക്ക് ഒഴുകുലി ഇനത്തിൽ ധനസഹായം കൂടാതെ നെൽവിത്ത് വിതരണത്തിന് സബ്സിഡിയും നൽകി വരുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്കും പച്ചക്കറി നട്ട് വളർത്തുന്നതിനായി സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വരുന്നു. നിലവിൽ ഉണ്ടായിരുന്ന പൂക്കോട്ടാവ് കൃഷിഭവൻ വളരെ പഴയൊരു കെട്ടിടമായിരുന്നു. അത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അടുത്ത് ചേർന്ന് പുതിയൊരു കെട്ടിടമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു 30 കൊല്ലമായിട്ട് എല്ലാം കൃഷിപ്പണികളിലൂടെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. സപ്ലൈകോനെ നെല്ല് കയറ്റിയാണ് ചെയ്യൽ. പൈസ കിട്ടുന്നൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. കൃഷിഭവൻ്റെ സഹായം നല്ലോണം ഉണ്ട്. അതിൻ്റെ ചുണ്ണാമ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 28 വർഷമായി. ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. പഞ്ചായത്തിൽ നമുക്കിത് ഇതിനുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് എന്ത് കിട്ടി, ഒരു തൊഴുത്തും കോഴിക്കോടും ഇതൊക്കെ കിട്ടി. പിന്നെ തീറ്റപ്പുല്ല് കൃഷിക്കുള്ളത് കണ്ട് കിട്ടി, അതും കിട്ടുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്. ഈ തൊഴുത്തിന് ഉള്ള പൈസ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ തൊഴുത്തപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതിൻ്റെ ഇതിലാണ്. പിന്നെ മികച്ച കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രവും 3 ഉപാരോഗ്യ കേന്ദ്രങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ പൊതുജനാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ കേരളത്തോളം ശ്രദ്ധയുള്ള മറ്റൊരു സംസ്ഥാനവുമില്ല. ഇതിന്റെ ഭാഗമാണ് പൂക്കോട്ടുകാവിലെ ആരോഗ്യമേഖലയും. മികച്ച പ്രവർത്തനങ്ങളാണ് ആരോഗ്യമേഖലയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ISO NQAS അംഗീകാരങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രമാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലേത്. കായകൽപ്പ് പുരസ്കാരവും കമൻഡേഷൻ അവാർഡും തുടർച്ചയായി ലഭിക്കുകയുണ്ടായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലബോറട്ടറിയും സജ്ജീകരിച്ചു. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ആർദ്ര കേരളം പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2021 നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലാബ് ലഭിച്ചത്. പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നമ്മൾ ലാബ് സജ്ജമാക്കുകയും ചെയ്തു. പിന്നെ കൂടാതെ നമ്മുടെ ആശുപത്രി പൂർണ്ണമായും ഈ ഹെൽത്ത് സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർലെസ് ആശുപത്രിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അവർക്ക് ഇത് സാധിക്കും. പൂക്കോട്ടാവ് ജംഗ്ഷനിലും ഇവിടേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി 15 ലക്ഷം രൂപ ചെലവിൽ അത് പൂർണ്ണ സജ്ജമാണ്. നമ്മുടെ ഡിസ്പെൻസറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ എല്ലാ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലായാലും നല്ല സഹകരണമാണ് പഞ്ചായത്ത് വക നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻസ് സ്റ്റോർ ചെയ്യാനുള്ള റാക്കുകൾ, പിന്നെ അതുപോലെ തന്നെ നിലവിലുള്ള ബിൽഡിംഗ് പൊളിക്കാതെ തന്നെ 2 റൂമുകൾ എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ വക സഹായം ലഭിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സഹകരണവും അതേപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ സഹകരണവും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി സ്റ്റാർട്ട് ചെയ്തത് 2024 മാർച്ചിൽ. അതിനുശേഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് 3 പ്രോജക്റ്റുകൾ അനുവദിക്കുകയുണ്ടായി. മരുന്ന് വാങ്ങുന്നതിനും ഫർണിച്ചർ വാങ്ങുന്നതിനും. ആദ്യത്തെ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംവിധാനമാണ് ഹരിതകർമ്മസേന. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 50% ഉണ്ടായിരുന്ന യൂസർ ഫീ 90% ഉയർന്നു. എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന കൃത്യമായി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതുകൂടാതെ 5,80,000 രൂപ ഉപയോഗിച്ച് സ്വന്തമായുള്ള ഇലക്ട്രിക് വണ്ടിയും പഞ്ചായത്തിലുണ്ട്. പണ്ട് തൊടികളായിരുന്നു, പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ വലിച്ചെറിയായിരുന്നു. ഇപ്പോൾ ഹരിതകർമ്മസേന വന്നിട്ട് അവർ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തൊടിയും പരിസരം എല്ലാം വൃത്തിയായിട്ട് നമുക്കുണ്ട്. അവർ കൃത്യസമയത്ത് വന്നിട്ട് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകൊണ്ട് നല്ല കാര്യമാണ്. നമുക്ക് വീടുകളിലായാലും തൊടികളായാലും എല്ലാം വൃത്തിയായി കിട്ടും. മാലിന്യങ്ങളൊന്നും പുറത്തിടാതെ എല്ലാം കൊണ്ടുപോകാൻ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ഈ കൊല്ലത്തെ ഭരണസമിതി ഞങ്ങൾക്ക് എല്ലാവിധ സുരക്ഷാ ഉപകരണങ്ങളും തന്നിട്ടുണ്ട്. കോട്ട്, മാസ്ക്, തൊപ്പി, ഷൂസ്, ഗ്ലൗസ് എല്ലാവിധ ഇതും തന്നിട്ടുണ്ട്. അവർ ഞങ്ങളോടൊപ്പം എന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്.
കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് നമുക്കിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷെഡ്യൂൾ യൂണിറ്റിന് തുടക്കം കുറിച്ചത്. നമ്മളെ ഭരണസമിതി അധികാരത്തിൽ കയറിയ സമയത്തൊക്കെ നമ്മുടെ ഹരിതകർമ്മസേന നല്ല രീതിയിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അവരുടെ വീടുകളിൽ കളക്ഷന് പോകുന്ന സമയത്ത് ആളുകളുടെ മനോഭാവങ്ങൾ അവർക്കെതിരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മെമ്പർമാരുടെയും എല്ലാവരുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ അവബോധം നടത്തുകയും എല്ലാ ഗ്രാമസഭകളിലും എല്ലായിടത്തും നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ അതിൻ്റെ മാറ്റം നമുക്ക് നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാ ആളുകളും ആ മനോഭാവമൊക്കെ മാറ്റിക്കൊണ്ടുള്ള രീതിയിൽ പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് എന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അവരുടെ പ്രചരണവും അവരുടെ കാര്യങ്ങളും ഇവർക്ക് ഹരിതകർമ്മസേനയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഗ്രീൻ ഹോംസ്. പിന്നെ നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളവർക്ക് സ്വന്തമായിട്ടൊരു വാഹനം നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മളിപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 ബിൽഡിങ്ങുകൾ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച് തരികയുണ്ടായി. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഭാഗമായിട്ട് നമ്മൾ കൺവെയർ ബെൽറ്റ് നമ്മൾ പദ്ധതി ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അടുത്ത ദിവസം അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ നമുക്ക് അതോടെ എത്തിത്തരും. അത് എത്തിയാൽ അവർക്ക് സെഗ്രിഗേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ വായനശാലകൾക്കും ഭരണസമിതി വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വിവിധ വായനശാലകളുടെ നവീകരണങ്ങളും പഞ്ചായത്ത് ഇടപെട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ അദ്ദേഹം അനുവദിച്ചു തന്നു. ബിൽഡിങ് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടും വായിക്കാൻ വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായി. വനിതകൾക്ക് ശാരീരിക വ്യായാമം ചെയ്യുന്നതിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ 16 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലാണ് വനിതാ ജിംനേഷ്യം പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ അടുത്താണ് ജിമ്മ്. കല്ലുഴിയിൽ നിന്ന് ഉണ്ടാവേണ്ട നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്പലപ്പുറ വരെ പോകേണ്ടിയിരുന്നു. പിന്നെ ഇത് റേറ്റ് കുറവാണ്. പ്രൈവറ്റ് ജിമ്മിലൊക്കെ നല്ല ഒരുപാട് റേറ്റാണ്. ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പോൾ അത് യങ്ങായത്തുമ്പോൾക്ക് തന്നെ അപ്പോൾ തോന്നി ജിമ്മിലേക്ക് കുറച്ച് ബോഡിക്ക് ഒരു വർക്കൗട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ അത്ര അടുത്തുള്ളത് കൊണ്ട് അത് ഗുണമായി. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിനും വേണ്ടി 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഞ്ചായത്തിലൊരു വയോജന പാർക്ക് വരാനിരിക്കുന്നത്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആലിംകുളം. ആ ആലിംകുളം ഭാഗത്ത് നമ്മൾ ഒരു പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു തീരുമാനം നമ്മൾ ഭരണസമിതി വന്നപ്പോൾ തുടങ്ങിയ ഒരു ആലോചനയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കതിന് ഫണ്ട് അനുവദിച്ചു. നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ആലിംകുളത്തുള്ള ഒരു കുളം നവീകരിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ വയോജനങ്ങളായ ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തത്. അതിൻ്റെ പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളൊരു പൂന്തോട്ടം ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച് നല്ല ഒരു മനോഹരമായ ഒരു പാർക്ക് എന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണസമിതിയും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം തന്നെ സംയുക്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് പണി പൂർത്തിയാക്കി. ഇതിനോട് ചേർന്ന് ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം 24 മണിക്കൂറിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വാട്ടർ ATM സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളത്തിന് 15 മുതൽ 20 രൂപയാണ് വില. ഈ സാഹചര്യത്തിലാണ് നാണയം ഉപയോഗിച്ച് കുടിവെള്ളം എടുക്കാനുള്ള ഈ സംവിധാനം ഒരുക്കിയത്. വിദ്യാഭ്യാസം സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക നീതിക്കും ജനാധിപത്യ ബോധത്തിനും വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസത്തിന് മികച്ച സൗകര്യങ്ങളുള്ള പഞ്ചായത്താണ് നമ്മുടേത്. പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി വിദ്യാലയമായ മുന്നൂർക്കോട് സ്കൂളിൽ 1 കോടി രൂപയുടെ കളിസ്ഥലമാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ജില്ലയിലെ തന്നെ മികച്ച സ്കൂളായ താനിക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നമ്മുടെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ മുന്നൂർക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവൺമെന്റിന്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെയും SSKയുടെയും നിരവധി ഫണ്ടുകൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായതും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വളരെ മികച്ച രീതിയിലെ ഒരു ചുറ്റുമതിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു 10 ലക്ഷം രൂപയുടെ പണി പൂർത്തിയായി. പിന്നീട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം നിർമ്മാണം പൂർത്തിയായി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷത്തിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സ്
നന്നായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിഫ്ബിയുടെ 1 കോടി ഫണ്ട് ഉപയോഗിച്ചിട്ട് 8 ക്ലാസ് മുറികളോട് കൂടിയ നല്ലൊരു ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സ്പോർട്സ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ സാറ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രൗണ്ട് 1 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മഴക്കാലം കഴിയുമ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് നല്ലൊരു ഗ്രൗണ്ട് ഈ സ്ഥാപനത്തിന് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പഞ്ചായത്ത് കലയെക്കൂട്ടി വരുന്നാളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടത്താറുണ്ട്. ഈ 5 വർഷക്കാലവും അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളെ സംബന്ധിച്ച് സ്റ്റേജ്, ആധുനിക രീതിയിലുള്ളൊരു സ്റ്റേജ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പഞ്ചായത്ത് സന്നദ്ധമായി എന്നുള്ളത് ഈ നാടിനും ഈ പഞ്ചായത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതേപോലെ അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ലഭ്യമാക്കുകയുണ്ടായി. കിണറിന് നല്ലൊരു ആൾമറ കെട്ടി, അതേപോലെ കൈ കഴുകാനുള്ള വാഷ് ബേസിനുകളുടെ സൗകര്യം വർദ്ധിപ്പിച്ചു. എല്ലാ ക്ലാസ് മുറികളിലേക്കും ആവശ്യമായ റീഡിംഗ് റാക്കുകൾ നൽകുകയുണ്ടായി. അതേപോലെ തന്നെ കുട്ടികളുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ഒരു വാട്ടർ പ്യൂരിഫയർ ലഭ്യമാക്കുകയുണ്ടായി. കുട്ടികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം, മെച്ചപ്പെട്ട ഒരു സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഈ കാലഘട്ടത്തിൽ ടോയ്ലറ്റുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി നല്ലൊരു ടോയ്ലറ്റ്, ആധുനിക രീതിയിലുള്ളൊരു ടോയ്ലറ്റ് ലഭ്യമാക്കുകയുണ്ടായി. കേരളത്തിലെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രീ പ്രൈമറിക്ക് 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള വർണ്ണക്കൂടാരം എന്നൊരു പദ്ധതി ഈ കാലയളവിലാണ് ലഭ്യമാവുകയുണ്ടായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിവിധ പ്രായക്കാർക്ക് പരിചരണം, പരിശീലനം എന്നിവ നൽകുന്ന കലിംഗ എന്ന സ്ഥാപനം 25.5 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടമാക്കി. സ്വയം തൊഴിലിന്റെ ഭാഗമായി ഒരു ചർക്ക യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കല്ലുവഴി സെന്ററിലുള്ള കലിംഗ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. ജയശ്രീ മാഡത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്ന് ഒരു ഫണ്ട് വീണ്ടും വെച്ചിട്ട് നമുക്ക് ഇവിടെ കല്ലുവഴി സെന്ററിൽ തന്നെ ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു കെട്ടിടം 2023 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. കുടുംബശ്രീ മിഷനിൽ നിന്ന് നമുക്കൊരു 12 ലക്ഷം രൂപ കിട്ടിയിരുന്നു. അതിനുവേണ്ട ഫർണിച്ചേഴ്സ്, തെറാപ്പി മെറ്റീരിയൽസ് ഒക്കെ നമ്മളിവിടെ വാങ്ങി കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ അവരെ എങ്ങനെയൊക്കെ സമൂഹത്തിന് മുഖ്യധാരയിൽ എത്താന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ കൂടെ ഗാദി 5 ചർക്ക മെഷീന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാസം അവർക്ക് ഒരു 5 പേർക്ക് ഒരു ഇൻകം നമുക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ കെയർ ഓഫിൽ തന്നെ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇതാണ് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഇടമാണ് കളിസ്ഥലങ്ങൾ. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ മുന്നൂർക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ട് 1 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് കളിസ്ഥലത്തിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ ചെലവിലാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പാതിരാക്കാട് പ്രദേശത്ത് ഒട്ടനവധി വികസനങ്ങൾ നടത്തിയത്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി പ്രദേശവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി ഭവന നിർമ്മാണങ്ങൾ, കുടിവെള്ള പദ്ധതി, ഇടവഴികൾ ഗതാഗതയോഗ്യമാക്കൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇവിടെ ഈ 1 കോടി പദ്ധതിയിൽ നമുക്കിവിടെ ഇടവഴികളും റോഡും ഒക്കെ ഗതാഗതയോഗ്യമാക്കി. ഒരുവിധം എല്ലാ വീട്ടിലേക്കും വണ്ടി സൗകര്യം, വാഹന സൗകര്യങ്ങളൊക്കെ ആക്കി. റിപ്പയർ, ബാത്റൂം കാര്യങ്ങൾ പൂർത്തിയാക്കി. പിന്നെ സൈഡ് വാള്, റോഡുകൾ, പിന്നെ ലൈഫിന്റെ വീടുകൾ അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ ഉണ്ട്, അത് ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. കുറച്ച് പൈസ ബാക്കിയുള്ളത് റോഡിന്റെ കോൺക്രീറ്റ് ചെയ്യാന്നുള്ള പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാതിരക്കാട് നഗറിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു റോഡിന്റെ ഒരു വെള്ളച്ചാലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൽവർട്ട് കോൺക്രീറ്റ് പൊളിഞ്ഞു പോയിട്ട് പിന്നെ കോൺക്രീറ്റ് ചെയ്തതിനെ ഒരു കൽവർട്ട് രീതിയിലാക്കി വാഹന സൗകര്യം നല്ല രീതിയിലുള്ള സുഖമായിട്ടുള്ള സംവിധാനം ചെയ്തു. അംബേദ്കർ പദ്ധതിയിൽ ഞങ്ങൾക്ക് വീട് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. പഴയ വീട് ഒരു ചോർന്നൊലിച്ചിട്ടുള്ള ഒരു വീടായിരുന്നു. കട്ടച്ചൊമരുതൊക്കെ ആയിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ലൈഫിൽ പരിമിതി വീട് കയറ്റി. കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം എന്നീ ലക്ഷ്യത്തിൽ നന്നായി പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ 180 കുടുംബശ്രീകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പടിയിറങ്ങിയ വിദ്യാലയമുറ്റത്തേക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി തിരികെ സ്കൂൾ ക്യാമ്പയിനിന്റെ ഭാഗമായി അയൽക്കൂട്ട വനിതകൾ വീണ്ടും 100% പങ്കാളിത്തത്തോടെ വിദ്യാലയമുറ്റത്തേക്കെത്തി.
മുറ്റത്തെ മുല്ല പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സഹായങ്ങൾ കൃത്യമായി നൽകി വരുന്നു. ഈ 5 വർഷത്തിനിടയിൽ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് തിരികെ സ്കൂൾ എന്നുള്ള പ്രവർത്തനം. തിരികെ സ്കൂൾ എന്നുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താ വെച്ചാൽ എല്ലാ കുടുംബശ്രീ പ്രവർത്തകരുടെ ഉള്ളിലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും അവയുടെ കണക്കുകളും കാര്യങ്ങളും സുതാര്യവും കാര്യക്ഷമവുമാക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് തിരികെ സ്കൂളിലേക്കുള്ള പദ്ധതി കൊണ്ട് നമുക്കുണ്ടായ നേട്ടം. അതുപോലെ തന്നെ നമ്മൾ പൂക്കോട്ടാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ് വനിതാരവം എന്ന പദ്ധതി. വനിതാരവം എന്നുള്ള പദ്ധതിയും ഇതുപോലെ നമ്മൾ സ്ത്രീകളെ കോളേജ് ലൈഫും അല്ലെങ്കിൽ സ്കൂൾ ലൈഫും കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഓഫ് സ്റ്റേജ്, അതായത് എഴുത്തോ ഒക്കെ മാറ്റി വെച്ച് ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്കും കുട്ടികളെ നോക്കലിലേക്കൊക്കെ മാറിപ്പോയ അവരുടെ ജീവിതത്തിൽ ഇതിലേക്ക് കൂടി ഒരു സമയം കണ്ടെത്താനും അവരുടെ കലാജീവിതത്തെ കുറച്ച് സമയത്തേക്കെങ്കിലും തിരിച്ചു പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. അതിന് ഭരണസമിതി കാണിച്ച ആർജവം നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ നോക്കി കാണുന്നുണ്ട്. നമ്മുടെ ബ്ലോക്കിലെ ഏറ്റവും ചെറിയൊരു CDS ആണ് നമ്മുടെ. 178 കുടുംബശ്രീകളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ഒരു 48 സംരംഭകർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സംരംഭകർ എന്ന് പറഞ്ഞാൽ ചെറിയ, അതായത് ഒറ്റയ്ക്ക് ചെയ്യുന്നവരുമുണ്ട്, കൂട്ടായ സംരംഭങ്ങളും ഉണ്ട്. ഇനിയും കൂടുതൽ സംരംഭങ്ങളിലേക്ക് നമ്മുടെ സ്ത്രീകളെ കൊണ്ടെത്തിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങളിങ്ങനെ സംരംഭം തുടങ്ങാൻ വേണ്ടി ആദ്യം ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് പറഞ്ഞപ്പോൾ അവർ തൊഴിലുറപ്പ് മുഖാന്തരം ഒരു കെട്ടിടം ഞങ്ങൾക്ക് കെട്ടിത്തന്നു. അതിൽ ഞങ്ങളൊരു ടൈലറിങ് യൂണിറ്റ് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 5 ആൾ കൂടിയിട്ടൊരു അങ്ങനെ സംരംഭം തുടങ്ങി. ഇത് നല്ല രീതിക്ക് തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു തുന്നാനൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ നല്ല രീതിക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. കുടുംബശ്രീ സംഘകൃഷി യൂണിറ്റിലാണ് നമ്മൾ കുടുംബശ്രീ മുഖാന്തരം സംഘകൃഷി യൂണിറ്റുകൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സംഘകൃഷി യൂണിറ്റുകൾക്ക് വാല്യൂ അഡീഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സഹായങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. 10 വർഷമായി ഞങ്ങൾ കുടുംബശ്രീ കൂടിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു സംഘകൃഷി തുടങ്ങണം എന്നുള്ളൊരു ഇത് വന്നത്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും കൃഷിഭവൻ്റെയും എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ 3 ഏക്കറിലാണ് ചെയ്യുന്നത്. കുറച്ച് വാഴയും കുറച്ച് നെല്ലും കുറച്ച് പൂളയുണ്ട്. സ്വന്തമായിട്ട് വാഴയും കുറച്ച് നെല്ലും നട്ടിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിൽ നമ്മൾ ഈ ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആരാണ് ലോൺ എടുത്ത് കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ പൈസ കൊടുക്കുന്നുണ്ട്. ആ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് പലിശയായിട്ട് വരുന്നില്ല. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും കുറേ കാര്യങ്ങൾ, കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി നന്നായിട്ട് നമ്മളുടെ പൂക്കോട്ട് പഞ്ചായത്തിൽ പിന്നെ വികസനം, കൃഷിയിലൂടെ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് സൗമ്യ. ഞാൻ പൂക്കോട്ട് പഞ്ചായത്തിലെ 8ാം വാർഡിലാണ്. ഞാനിവിടെ ഒരു CK എൻ്റർപ്രൈസസ് ഫണ്ട് ചെറിയൊരു പേപ്പർ പ്ലേറ്റിൻ്റെ യൂണിറ്റ് തുടങ്ങിയിട്ട് 3 വർഷമായി. കുടുംബശ്രീയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നമുക്ക് പ്രചോദനം നൽകിയിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു അച്ചാറ് പപ്പടം അതൊക്കെ ഒഴിവാക്കി ഒരു വെറൈറ്റി ക്ലിക്കാവുന്ന രീതിയിലാവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഐഡിയയിൽ തുടങ്ങിയതാണ് ഈ പേപ്പർ പ്ലേറ്റ് യൂണിറ്റ്. ഇപ്പം 3 വർഷമായിട്ട് ഇത് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പട്ടികജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കുന്നതിന്റെയും ഭാഗമായി പട്ടികജാതി വികസന വകുപ്പ് മുഖേന പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലുള്ള 8 വിദ്യാർത്ഥികൾക്കാണ് അവരുടെ വീടുകളിൽ പഠനമുറി സജ്ജമാക്കിയത്. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പഠനമുറി കിട്ടിയിട്ടുള്ളത്. എനിക്കിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണ് എനിക്ക് പറ്റുക. സോ ഇങ്ങനെ ഒരു മുറി കിട്ടിയോണ്ട് വളരെ നന്നായിട്ട് സമാധാനപരമായിട്ട് പഠിക്കാനൊക്കെ സാധിച്ചു. മികച്ച രീതിയിലാണ് ഭവന നിർമ്മാണങ്ങൾ നടത്തിയത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 267 വീടുകളും PMAY പദ്ധതിയിൽ 79 വീടുകളുമാണ് പഞ്ചായത്തിൽ നിലവിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. പഴയ വീടായിരുന്നു ഇത്. ചുമരൊക്കെ ഇങ്ങനെ വിണ്ട് പൊളിഞ്ഞ് ചാടാനായിരുന്നു. അത് ചെതല് പിടിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പട്ടിയും കഴുക്കോലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈഫിൽ നിന്ന് കിട്ടിയതാണിത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഷെഡിലാണ് താമസിച്ചായിരുന്നു. വീടില്ലാതെ നല്ല വീടാറൊക്കെ ആയിരുന്നു. പിന്നെ ഷെഡിലായി, വീടായി. ആദ്യം ഓടിട്ട വീടായിരുന്നു. ആ വീട് പൊളിഞ്ഞത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ലൈഫിൽ വീട് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. പഴയ വീടായിരുന്നു ഞങ്ങളുടെ. കഴുക്കോലും പട്ടിയൊക്കെ കേടുന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് പുതിയൊരു വീട് കിട്ടി. വീട് കിട്ടിയതിൽ സന്തോഷം. ഞങ്ങൾ മുമ്പേ നെടുമ്പരയിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ലൈഫിൽ ഈ വീട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്.
ഞാൻ അഞ്ചാറ് വർഷം വാടകയ്ക്കാണ് തൃക്കടിയിൽ ലൈഫിൽ കിട്ടിയ വീടാണിത്. അപ്പോൾ വളരെ സന്തോഷം. ഷീറ്റിട്ട വീടായിരുന്നു. മഴ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഈ വീട് കിട്ടിയോണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ലൈഫിൽ നിന്ന് കിട്ടിയ വീടാണ്. ഇതുവരെ വാടകയ്ക്കാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് വീട് കിട്ടിയത്. ലൈഫിൽ നിന്ന് കിട്ടിയ വീട് തന്നെയാണ്. വീട് കിട്ടിയ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഷെഡിലാണ് കഴിഞ്ഞിരുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ലൈഫിൻ്റെ ഇതിൽ ഒരു വീട് കിട്ടിയതാണ്. ഞങ്ങൾ മുന്നേ പഴയ വീട്ടിലായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഈ ലൈഫ് മിഷൻ വഴിയാണ് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഒരു ഷെഡ് പോലെ ഒരു വീടായിരുന്നു. പിന്നെ ഇപ്പോൾ ലൈഫിൽ നിന്ന് കിട്ടിയ വീടാണ്. ഞങ്ങൾ പഴയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ വീട് കിട്ടി. ലൈഫിന്റെ വീടായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓടിട്ട് ഒരു ചെറിയ പേരെയായിരുന്നു, അത് മാറ്റി ഇപ്പോൾ എനിക്ക് ലൈഫിൽ 4 ലക്ഷം രൂപ എനിക്ക് തന്നു. ഓട് വീടായിരുന്നു ആദ്യം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ മരം വന്ന് വീണപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വീട് പാസ്സാക്കി കിട്ടിയതാണ്. അത് കിട്ടിയ ശേഷം ഞങ്ങൾ ടെറസാക്കി. 64,000 വരുന്ന കുടുംബങ്ങൾ കേരള സംസ്ഥാനത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. സംസ്ഥാനത്ത് നിന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ. ഇതിന്റെ ഭാഗമായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 71ഓളം കുടുംബങ്ങൾ ഉള്ളതായി കാണുകയും ഇവരുടെ അതിദാരിദ്ര്യാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇവർക്കു വേണ്ട അവകാശ രേഖകൾ, ഭക്ഷണം, മരുന്ന്, ആരോഗ്യ സേവനങ്ങൾ എന്നിവ നൽകി. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു കൊല്ലമായി. ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് പോകുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. വേറെ ഒരു വരുമാനമാർക്കും ഇല്ല. പഞ്ചായത്തിൽ നിന്നാണ് വീട് കിട്ടിയത്. ഞങ്ങൾക്ക് പെൻഷൻ 2 ആൾക്കും കിട്ടുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. മകനുള്ളത് വികലാംഗനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. മരുന്നും കാര്യങ്ങളൊക്കെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിച്ചു പോണത്. പെൻഷൻ കിട്ടിയോണ്ടാണ് ജീവിക്കുന്നത്. വേറെ വരുമാനമൊന്നുമില്ല. എല്ലാ മാസം കിട്ടുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെയധികം മെച്ചപ്പെട്ട തരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ നയിക്കുന്ന ഭരണസമിതി പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും വികസനങ്ങൾ കൊണ്ടുവന്നത്.